പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമകാരുണ്യവാനായ ഈശോയെ, അങ്ങേ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നാളെ ഇതുവരെ ഞങ്ങൾ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളെ സ്നേഹത്തോടെ നന്ദിയോടെ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് കടന്നു വരുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹം, കരുതൽ, അങ്ങയുടെ രക്ഷാദായകമായ സാന്നിധ്യം ഇവയെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങളുടെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ നന്ദി. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ ഇതാ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈശോയെ ഓശാന പാടി വരവേറ്റ ജെറുസലേം ജനതയെ പോലെ പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങേ ആരാധിക്കുവാനും വരവേൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് ധ്യാന വിഷയമാക്കാം. പിറ്റേ ദിവസം പെരുന്നാളിന് വന്നിരുന്ന വലിയ ജനാവലി ഈശോ ജെറുസലേമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ട് ഈന്തപ്പനയുടെ ചില്ലകളുമായി അവനെ സ്വീകരിക്കാനായിട്ട് പുറപ്പെട്ടു. ഈ വചനം ഭാഗം നമുക്ക് നൽകുന്ന ചിന്തകൾ: പുത്രനായ മിശിഹ ഒരു പ്രതീക്ഷയുടെ രാജാവായിട്ടാണ് മറ്റു ജനങ്ങൾ കാണുക. ഇസ്രായേൽ ജനം ഒരു വിമോചകനെ കാത്തിരിക്കുകയായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിലും സങ്കടങ്ങളിലും ഒരു യഥാർത്ഥ വിമോചകനായി ഈശോ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അനുദിന ജീവിതത്തിലെ പല വിധത്തിലുള്ള തകർച്ചകളിലൂടെ, സങ്കടങ്ങളിലൂടെ, സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ, അസ്വസ്ഥതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സമാധാനത്തിൻ്റെ പ്രതീക്ഷയുടെ രാജാവായി കടന്നു വരുന്ന ഈശോയെ ഇതിൻ്റെ ജീവിതത്തിലേക്ക് നിനക്ക് സ്വീകരിക്കാൻ സാധിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ദിവ്യകാരുണ്യ നാഥനായ ഈശോ നമ്മോട് ചോദിക്കുക. നിൻ്റെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ആ സങ്കടങ്ങൾക്ക് പരിഹാരമായിട്ട്, ആ ചോദ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് എന്നെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യം ഇതാണ്. അനുദിന ജീവിതത്തിലെ തകർച്ചകളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ വിമോചകനായ രക്ഷകനായ ക്രിസ്തുവിനെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോയെ നമ്മുടെ വിമോചകനായി, രക്ഷകനായി, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകളുണ്ടായാലും സങ്കടങ്ങളുണ്ടായാലും അതിൻ്റെ എല്ലാത്തിൻ്റെയും പരിഹാരമായി, ഉത്തരമായി നമുക്ക് ഈശോയെ കാണാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഈശോയെ അവർ സ്വീകരിച്ചത് ഈന്തപ്പന ശൈത്യൻ മുളകളുമായിട്ട്, ഈന്തപ്പന ചില്ലകളുമായി അവർ ഈശോയെ സ്വീകരിക്കും. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെയും സൽപ്രവൃത്തികളുടെയും വഴിയായിട്ട് ഈശോയെ നമുക്ക് ഒരുക്കാനായിട്ട്. അന്ന് ഒരു രാജാവിനെ, വിമോചകനെ കാത്തിരുന്നവർ അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചുകൊണ്ടും
മരച്ചുല്ലകൾ പറ്റിയും ഓശാന, ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് വിളിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടും ഘോഷിച്ചുകൊണ്ടും അവർ ഈശോയെ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ വിമോചനം വേണ്ട മേഖലകളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായും നമ്മുടെ ജീവിതത്തിലേക്കും ആ ജീവിതത്തിൻ്റെ വിമോചനം വേണ്ട, രക്ഷ വേണ്ട എല്ലാ മേഖലകളിലേക്കും ഈശോയെ നമുക്ക് ഈ ഓശാന പാടി ഈശോയെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ ഓശാനയിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. അവനെ സ്വീകരിച്ചത് അത്രമാത്രം ആഹ്ലാദത്തോടു കൂടിയാണ്, അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഈശോയെ ജനത സന്തോഷത്തോടെ അവനെ രാജാവായിട്ട് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ജില്ലകളും അങ്ങനെയൊക്കെയായി വസ്ത്രങ്ങൾ വിരിച്ചുകൊണ്ടുമൊക്കെ ഈശോയെ സ്വീകരിക്കാൻ തയ്യാറായത്. ചോദ്യം ഇതാണ്, നമ്മുടെ ധ്യാന വിഷയം ഇതാണ്: എത്രമാത്രം സന്തോഷത്തോടെയാണ്, ആവേശത്തോടെയാണ് ഈശോയെ നമ്മൾ സ്വീകരിക്കുക? നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ഈശോയെ നമ്മളെങ്ങനെ സ്വീകരിക്കുക? കാത്തിരുന്ന രക്ഷകന് കടന്നു വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പലപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഈശോയുടെ ആ വലിയ സ്നേഹവും കരുതലും നമുക്ക് നൽകുന്നവന്ന് എളിമയുടെ മാതൃക കാണിച്ചു തന്നുണ്ടല്ലോ. അധികാരത്തിൻ്റെ കുതിരപ്പുറത്തല്ല, മറിച്ച് എളിമയുടെ കരുതക്കുട്ടിയുടെ പുറത്താണ് അവൻ വരുന്നത്. ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന നമ്മൾ എളിമപ്പെടുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും പരിഹാസ മനോഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതം നമ്മൾ ഏൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഹൃദയം എളിമപ്പെടാത്തത് കൊണ്ടാണ്. നമുക്കൊരു ദിവസം തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ എളിമയോടെ ജനങ്ങളെ നയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അശാന്തി അനുഭവിക്കുന്ന ലോകത്തിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ സമാധാനത്തിൻ്റെ രാജാവായ ഈശോ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കട്ടെ. രോഗികളായി കഴിയുന്നവർക്കും ഏകാന്തത അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയുടെ സാന്നിധ്യം അവർക്ക് ആശ്വാസമാവട്ടെ. നമ്മുടെ വിദൂരമായ നിയോഗങ്ങൾ ഈ നിമിഷം നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന മക്കളുണ്ട്, പരീക്ഷ എഴുതിയ റിസൾട്ടെല്ലാം കാത്തിരിക്കുന്ന മക്കളുണ്ട്. അങ്ങനെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ ഇൻ്റർവ്യൂവിനുമായി പോകുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും തമ്പുരാൻ വലിയ കൃപയുണ്ടാവട്ടെ, കരുതലുണ്ടാവട്ടെ. കർത്താവായ ഈശോയെ അങ്ങൻ്റെ ഹൃദയത്തിൻ്റെ രാജാവായിരിക്കണമേ. ജെറുസലേം നഗരം അങ്ങയെ സ്വീകരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വലിയ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഞാനും അങ്ങയെ സ്വീകരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പരിപൂർണമായി നിറവേറ്റപ്പെടുന്നതിന് കാരണമായി തീരട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവും നിങ്ങളുടെ കൂടി ഉണ്ടാവട്ടെ. സർവശുദ്ധനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ്റെ വലിയ കൃപ ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവപ്പെടുന്ന രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സജീവമായ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈശോയെ നീ കൂടെ വേണം, കൈപിടിച്ചെന്നേ നടത്തണം. ഭയമെല്ലാം നീ മാറ്റിടണം, വിജയം എനിക്ക് നൽകണം. ഈശോയെ നീ കൂടെ വേണം, ഉരുറക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ
പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ, കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ. വഴി കുരുങ്ങി നിൽക്കുന്ന വേളയിൽ, ഞാൻ തളർന്നു വീഴുന്ന നേരിൽ, നിന്നാമം ഞാൻ അലലിക്കരയും വാർത്തനാദം നീ കേൾക്കണമേ. കണ്ണുനീർ തീർത്ത് ആശ്വാസം തരും നിന്റെ സ്വരം ഞാൻ കേൾക്കുമ്പോൾ, ഞാൻ കൂടെയുണ്ട് എന്നൊരു മുരളി ഹൃദയതാളം ശാന്തമാകുമ്പോൾ. ഈശോയെ നീ കൂടെ വേണം, ഒരുരക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ, കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യമായാതെ ഇരിക്കേ. ജ്ഞാനത്തിനുറവിടമാം ദൈവമേ, എൻ ബുദ്ധിയിൽ വെളിച്ചമായി വരേണമേ. ഓർമ്മയുടെ വാതിൽ തുറക്കാൻ നിന്റെ സ്പർശം ചാരണമേ. ഏകാഗ്രത മഴയായി വീണൻ ചിതം നനവോടെ നെടുവീർപ്പെടുമേ. പരീക്ഷ വേളയിൽ ഭയം തീർത്തു പക്കൽ നിന്നുറച്ചു താങ്ങണമേ. ഈശോയെ നീ കൂടെ വേണം, ഒരുരക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ, കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ.